നമസ്കാരം. 2025 മെയ് മാസം 9-ാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളും നക്ഷത്രഫലവും കേൾക്കാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200-ാം ആണ്ട് മേടമാസം 26-ാം തീയതിയാണ് വെള്ളിയാഴ്ച ദിവസം. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ വൈശാഖ മാസം 19-ാം തീയതിയാണ്. വെള്ളിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:08 അസ്തമയം വൈകുന്നേരം 6:29 വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി ദ്വാദശി തിഥിയാണ്. ദ്വാദശി തിഥി വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2:47 വരെ ഉണ്ടായിരിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വെള്ളിയാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രം ആരംഭിക്കുന്നത് വ്യാഴാഴ്ച രാത്രി 9:08 അവസാനിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി 12:10 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അത്തം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത്തം നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള അനുഭവങ്ങളാണ് 27 നക്ഷത്ര ജാതകരെയും തേടി വരിക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും അത്തം നക്ഷത്രപ്രകാരമുള്ള അനുകൂലവും പ്രതികൂലവും പറയുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞുകൊള്ളട്ടെ. 2025 മെയ് മാസം 18 രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യുന്നുണ്ട്. രാഹുവും കേതുവും രാശി മാറുന്നത് കൊണ്ടാണ് 1.5 വർഷക്കാലമാണ് ഒരു രാശി നിൽക്കുന്നത്. അത് 12 കൂറിൽപ്പെട്ട 27 നക്ഷത്ര ജാതകർക്കും ദോഷം വന്നു ചേരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പൂജയാണ്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ പങ്കുചേരുക. മേൽവിലാസവും നക്ഷത്രവും വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക. ഒരാൾക്ക് 1000 രൂപയാണ്. കഴിവത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചെയ്താൽ വളരെ നല്ലതാണ്. അവർക്ക് കാര്യവിജയം ജീവിതത്തിലുണ്ടാകും. സർവ്വവിധമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ഒരു ജാതകൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം നിലനിൽക്കണമെങ്കിൽ രാഹുവും കേതുവും അനുകൂലമായി വരണം. വ്യാഴമോ ബുധനോ ശുക്രനോ വാരിക്കൊരി തന്നാലും അതൊക്കെ നഷ്ടപ്പെട്ടു പോകുവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി ശനി എന്ന് പറയുന്ന ഗ്രഹം പൂർണ്ണമായിട്ടും അനുഗ്രഹിച്ചാലും അതും നിലനിൽക്കണമെന്നില്ല, രാഹു കേതു ദോഷം ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് രാഹു കേതു ദോഷ നിവാരണ പൂജ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാളഹസ്തി ക്ഷേത്രത്തിലാണ് ഇങ്ങനെയുള്ള പൂജ ചെയ്യുന്നത് ഇന്ത്യയിൽ. അവിടെ പോയി ചെയ്യുവാൻ സമയവും സാഹചര്യവും ധനവും ഇല്ലാത്തവർ ഈ പൂജയിൽ പങ്കുചേർന്നാൽ വളരെ ഉത്തമമാണ് എന്നുള്ള കാര്യം കൂടി അറിയിച്ചുകൊള്ളുന്നു. ഇനിയും വെള്ളിയാഴ്ച ദിവസം അത്തം നക്ഷത്രപ്രകാരം ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൊള്ളുക. ഉത്രാടം, തിരുവോണം, മകം, പൂയം, രോഹിണി, മകയിരം, ഉത്രം ഇത്രയും നാളുകാർ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാർ പുണർദം, ആയില്യം, മൂലം, പൂരം, പൊരുട്ടാതി, ഭരണി, കാർത്തികക്കാൽ ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളായിരിക്കും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി വെള്ളിയാഴ്ച ദിവസം ശുഭകാര്യം ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം രാവിലെ 6:08 മുതൽ 7:38 വരെയുള്ള സമയം ശുഭസമയമാണ്. പിന്നീട് 9:08 മുതൽ 10:38 വരെയുള്ള സമയം ശുഭസമയമാണ്. ഉച്ചയ്ക്ക് 11:36 മുതൽ ഉച്ചകഴിഞ്ഞ് 1:38 വരെ ശുഭസമയമാണ്. വീണ്ടും ഉച്ചകഴിഞ്ഞ് 3:08 മുതൽ 5:08 വരെയുള്ള സമയവും ശുഭസമയമാണ്. ഈ സമയമൊക്കെ നോക്കി നല്ല കാര്യങ്ങൾ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഏത് കാര്യവും ഈ സമയത്ത് കഴിവതും ചെയ്യുക. തീർച്ചയായിട്ടും അങ്ങനെ മുമ്പോട്ട് ചെയ്തു പോകുമ്പോൾ ജീവിതത്തിൽ വലിയൊരു വിജയം ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യവുമാണ്. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ്. തീയതി 9 ഏതൊരു മാസം 9, 18, 27 എന്നീ തീയതിയിൽ ജനിച്ചവർക്ക് അനുകൂലമായൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. നീല, ചുവപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ AIJQY എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉത്കൃഷ്ടമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണെന്ന് സംഖ്യാ ജ്യോതിഷം പറയുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിലുണ്ടാകും. തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം പ്രിയപ്പെട്ടവരിൽ വന്നു ചേരും. ഇനി ഈ അധ്യായത്തിൽ ചിന്തിക്കുന്ന അടുത്ത വിഷയം ധനപരമായ വിഷയത്തെക്കുറിച്ചാണ്. അതായത് വെള്ളിയാഴ്ച ദിവസം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രപ്രകാരം ധനപരമായ നേട്ടം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അത്തം നക്ഷത്രപ്രകാരം ഉത്രം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം എന്നീ നാളുകാർക്ക് ധനപരമായ നേട്ടം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഏതൊക്കെ നാളുകാരാണ്? ഉത്രം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം ഇത്രയും നാളുകാർക്ക് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ്. ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഇപ്പോൾ ഞാനിവിടെ പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളുടെ കൂടെ മൂലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പൂരുട്ടാതിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെങ്കിൽ ധനപരമായ നേട്ടം മറ്റേതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരെ തേടി വന്നാലും ധനപരമായിട്ടുള്ള നേട്ടം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അന്നത്തെ ദിവസം
പതിവ് പോലെ പറയുന്നത് പോലെ ഏതെങ്കിലും വയ്യാഴിയോ പ്രശ്നങ്ങളോ ഒക്കെ വന്നാൽ പോലും ആശുപത്രിയിൽ പോകാനൊക്കെ കയ്യിൽ കാശുണ്ടാകും, അല്ലെങ്കിൽ ആരോടും ചോദിച്ചാൽ കിട്ടും, ആരെങ്കിലും സഹായത്തിന് ധനപരമായിട്ടുള്ള സഹായം നൽകും. അപ്പോൾ അങ്ങനെ ഒരു നേട്ടമാണ് ധനപരമായ നേട്ടമായിട്ട് ഉദ്ദേശിക്കേണ്ടത് എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. ഇനിയും വെള്ളിയാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെക്കുറിച്ച് പറഞ്ഞുതരാം. വെള്ളിയാഴ്ച ദിവസം മീനക്കുറിൽപ്പെട്ട പൂരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ചിങ്ങക്കുറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. വൃശ്ചികക്കുറിൽപ്പെട്ട വിശാഖം കാൽ അൻഷം കേട്ട നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണം ഔട്ടൻ 2 പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം. ഭാഗ്യദേവതയാണ് തിരഞ്ഞെടുക്കുന്നത്, ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഭാഗ്യദേവതയുടെ അവകാശമാണ്, അതുപോലെ കിട്ടത്തുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഈ അധ്യായത്തിൽ ഞാൻ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ജീവിതാനുഭവങ്ങൾ എങ്ങനെയായിരിക്കുമെന്നുള്ളത് ചുരുക്കമായി അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശുക്രൻ മീനൻ രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. വളരെയേറെ നാളുകാർക്ക് നേട്ടം തന്നെ ഉള്ളൊരു സമയമാണ്. എന്നാൽ അതുപോലെ തന്നെ പ്രശ്നങ്ങളിലൊക്കെ പലരും അകപ്പെടുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ സംബന്ധമായ വിഷയങ്ങളിലൊക്കെ അകപ്പെട്ട് ജീവിതം തകർന്നു പോകാനും നാണക്കേട് കേൾക്കാനും ഒക്കെ സാഹചര്യമുള്ള ഒരുപാട് അനുഭവങ്ങൾ ചില നാളുകാർക്ക് വന്നു ചേരുന്നുണ്ട്. അതിൽ പോയി പെട്ടുപോകരുത്, അത് കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം വീട്, വാഹനം, സൗഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ ഭൗതികമായ നേട്ടങ്ങളൊക്കെ തരും. പക്ഷെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങളും തരും. പക്ഷെങ്കിൽ ശുക്രൻ നമ്മളെ എങ്ങനെയാണ് തെറ്റായ ഒരു സ്വഭാവത്തിന് ഉടമയാക്കും. അതാണ് ഒരു വിഷയം. ശുക്രൻ അങ്ങനെ ഒരു ദോഷം ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളൊക്കെ സൃഷ്ടിക്കുവാൻ ഇടയാകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളൊക്കെ പലർക്കും ഉണ്ടാകും. ചിലപ്പം നമ്മൾ കാണുന്ന അല്ലെ പരിചയപ്പെടുന്നൊരു വ്യക്തിയായിട്ട് പെട്ടെന്ന് താല്പര്യം തോന്നും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ മനസ്സിൽ ശുക്രൻ പ്രചോദനം നൽകുന്നൊരു ഗ്രഹമാണ്. അതുകൊണ്ടാണ് പലരുടെയും ദാമ്പത്യ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സംശയവും കാര്യങ്ങളും അങ്ങനെയുള്ള വിഷയങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കണം. നക്ഷത്രഫലം സ്ഥിതിയോടുകൂടി കേൾക്കുക. ഓരോരുത്തരുടെയും കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാരുടെ കാര്യമാണ് പറയുന്നത്. 12-ൽ ഈ ശുക്രൻ നിൽക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പോൾ അന്യ ജനങ്ങളുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടൊക്കെ കലയിക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ സുഖം, ധനം, കുടുംബം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉയർച്ച താഴ്ചകൾ വന്നു ചേരുന്ന ഒരു ദിവസവുമാണെന്ന് ജ്യോതിഷം പറയുന്നു. എല്ലാ കാര്യങ്ങളും വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. പ്രതിസന്ധികളും പ്രശ്നങ്ങളും തേടി വരുന്ന ഒരു ദിവസമായിരിക്കും. അത് ദാമ്പത്യ ജീവിതത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത എന്നുള്ളത് അറിഞ്ഞുള്ള വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ അത്ര അനുകൂലമായ അനുഭവങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ലാത്തൊരു ദിവസവും കൂടിയാണെന്നുള്ളതും മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട സ്ഥിതിയൊന്നും ഉണ്ടാകണമെന്നില്ല. ചിലർക്കൊക്കെ രോഗം, ശത്രുത, കടബാധ്യതയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 12-ൽ ശനി നിൽക്കുന്നു. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ചിലർക്ക് ഉണ്ടാകും. അപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് കലാകാരന്മാർക്കൊക്കെ അനുകൂലമായൊരു ദിവസമാണ്. പ്രശസ്തിയും അംഗീകാരവും ബഹുമതിയൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം സൽഗുണ സമ്പന്നരായി ഈ നാളുകാർ ശോഭിക്കുന്നൊരു ദിവസം കൂടിയാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ന്യായമായ രീതിയിലൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്കിലും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. പിതാവിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കടന്നു പോകും. അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് നേട്ടങ്ങൾ തന്നെയാണെങ്കിലും പിതാവിൻ്റെ ഭാഗത്തു നിന്നും തൊഴിലിടങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങൾ കൊണ്ടുമൊക്കെ മോശമായ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ മോശമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അനുകൂലമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർത്ത മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം, സ്വസ്ഥത, ദേഹനന്മ അനുകൂലമായ ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം, പെൺമക്കൾ മുഖേനയുള്ള കാര്യങ്ങളിൽ നേട്ടം, തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ദാമ്പത്യ ജീവിതത്തിലുള്ള നേട്ടം, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും തൊഴിലിടങ്ങളിൽ ഒരു അനാവശ്യമായ ബന്ധത്തിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ആ ബന്ധം ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞു ജീവിക്കുക. 10-ാം ഭാവത്തിൽ രാഹുവും ശുക്രനും നിൽക്കുമ്പോൾ
അനാവശ്യമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക, അതിൽ നിന്ന് പിന്മാറുക. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകെട്ടിലൊക്കെ പോയി ചാടിയാൽ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുക. ഇനിയും കർക്കിടക്കുറാണ്. കർക്കിടക്കുൾപ്പെട്ട പുണർതം കാല പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഈ ജാതകരെ സംബന്ധിച്ച് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം. വീട്, വസ്തുവാനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യാനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യം. അപ്പോൾ അങ്ങനെ വലിയ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടി കടന്നു പോകാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം. എന്നാൽ സ്ത്രീകൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ പിന്നീട് ദുരനുഭവങ്ങളായി മാറാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. തൊഴിൽപരമായിട്ടുള്ള നേട്ടമൊന്നും ചിലർക്ക് അത്ര മെച്ചമല്ല എന്നുള്ള സാഹചര്യവും അറിയാമല്ലോ. ചിലർക്ക് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടം തന്നെയുണ്ട്. സ്ഥിര ജോലിയുള്ളവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ട് താനും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരനുഭവം വന്നു ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പുര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് നല്ല ആരോഗ്യമൊക്കെയുള്ളൊരു ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. കൃഷി കൊണ്ടും സ്വന്തം അധ്വാനം കൊണ്ടും സമ്പാദ്യം കൊണ്ടും ഒക്കെ ജീവിത വിജയം ഉണ്ടാകുന്നൊരു ദിവസമാണ്. ഗുണാനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ചിലരുടെ ജീവിതത്തിൽ തെറ്റായ ബന്ധങ്ങളിലൊക്കെ അകപ്പെടുവാനും സാധ്യതയുണ്ട്. സൂക്ഷിക്കുക. സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ഈ സഹകരിക്കുമ്പോൾ തെറ്റായ ബന്ധങ്ങളിലൊക്കെ അകപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞു വരാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ഈ ജാതകരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത ജീവിത സാഹചര്യത്തിൽ കൂടി കടന്നു പോകാൻ അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ എങ്കിലും വെള്ളിയാഴ്ച ദിവസം ഒരു പ്രതിസന്ധിയായിട്ട് വന്നു ചേരുവാൻ സാധ്യതയുള്ള സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേന, പ്രത്യേകിച്ച് സ്ത്രീകൾ മുഖേനയുള്ള ബന്ധങ്ങൾ ഒക്കെ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ്. പെട്ടുപോയാൽ പോയി. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള അറിവോടുകൂടി ജീവിക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പൊട്ടിത്തെറി എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം. കാരണം ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിലാണെങ്കിൽ പോലും ഏതെങ്കിലും ഒരു വിഷയത്തെ ചൊല്ലി കലഹിക്കാനോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനോ ഭാര്യയും ഭർത്താവും ആദ്യം നിൽക്കുവാനോ ഒക്കെ സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഇവർക്ക് അനുകൂലമായി നിന്നാൽ പോലും ദാമ്പത്യ ജീവിതത്തിലെ ഈ പ്രതിസന്ധി അവരെ അലട്ടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇപ്പോൾ ഒരു പ്രതിസന്ധിയുടെ വക്കിലേക്ക് അല്ലെങ്കിൽ ഒരു വിജയം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു എന്നുള്ളൊരു സാഹചര്യവും കന്നിക്കൂറുകാർക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് മൊത്തത്തിൽ പ്രശ്നങ്ങളൊക്കെ പല വിധത്തിലും വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ദേശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാതെ പോകാം. അല്ലാത്തവരെയൊക്കെ സംബന്ധിച്ച് പ്രശ്നങ്ങളിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഒരു അഷ്ടമത്തിൽ തന്നെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനും 12ാം ഭാവത്തിനും അധിപനും ഒക്കെ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നാണെങ്കിലും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദൈവാനുഗ്രഹവും ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ കടന്നു പോകുന്ന സാഹചര്യവുമാണെന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം, ചോതി, വിശാഖ, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവർക്ക് സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടമൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ നിന്നും അന്യജനങ്ങളിൽ നിന്നും ഒക്കെ തിക്താനുഭവങ്ങളും ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ സുഹൃത്തുക്കൾ സഹോദരങ്ങളായിട്ടുള്ള ഭാഗത്തു നിന്നുള്ള നല്ല സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. അപ്പോൾ ഈ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരും. അല്ലാത്തവർക്ക് തീർച്ചയായിട്ടും ശത്രുക്കൾ മൂലം ദോഷങ്ങളും സാമ്പത്തിക നഷ്ടവും കാര്യതടസ്സവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷത്തിൽ കൂടി മനസ്സിലാക്കി പറഞ്ഞിരുന്ന കാര്യം. അതുകൊണ്ട് സൂക്ഷിക്കുക. ഏതൊരു കാര്യവും അറിഞ്ഞു കഴിഞ്ഞാൽ സൂക്ഷിക്കുക. ഇപ്പം പ്രശ്നങ്ങളിലൊന്നും അകപ്പെടാതെ സൂക്ഷിക്കുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ജീവിത വിജയം തീർച്ചയായിട്ടും ഉണ്ടാകും. അറിയാതെ ഓരോ കാര്യങ്ങളും ശത്രുതയും അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം വഷളാക്കുന്നൊരു സമീപനവും എടുത്താൽ എല്ലാ കാര്യങ്ങളും പിന്നീട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ടേ പോകത്തുള്ളൂ. പിന്നീട് അതേ തുടർന്ന് വലിയ സാമ്പത്തിക നഷ്ടവും പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം തകർന്നു പോകും. അതുകൊണ്ട്
ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുവാനുള്ളത്. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് കാര്യവിജയം ഉൾപ്പെടെയുള്ള പെൺമക്കൾ മുഖേനയുള്ള അല്ലെങ്കിൽ സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. പക്ഷെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേന കാര്യവിജയം ഉണ്ടായാൽ അവിടെ ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടെന്നുള്ളതും ചിന്തിക്കണം. സ്ത്രീകൾ മുഖേനയുള്ള കാര്യവിജയം അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ്. ദാമ്പത്യ ജീവിതം കൊണ്ട് കാര്യവിജയം ഭാര്യ മുഖേനയോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ടോ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെങ്കിൽ ചിലരെ സംബന്ധിച്ച് അത് വലിയൊരു ധനനഷ്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞു തരാനുള്ളത്. കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഉള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. തൊഴിൽപരമായിട്ടും തരക്കേടില്ലാത്തൊരു നല്ല അനുഭവത്തിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത്. പക്ഷെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ ഈ സ്ത്രീകൾ മുഖേന ഒരു സഹായമോ അല്ലെങ്കിൽ അവർ മുഖേന ഒരു കാര്യവിജയം ഉണ്ടാകുമ്പോൾ നഷ്ടത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പോൾ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുക. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും ധനനഷ്ടത്തിന് സാധ്യത ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ വെള്ളിയാഴ്ച ദിവസം അവരെ സംബന്ധിച്ച് മാതാവിൻ്റെ സ്വത്തുവകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ്. സ്വന്തം പരിശ്രമം കൊണ്ട് ജീവിത വിജയം ഉണ്ടാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ അവർക്ക് ഈ നേട്ടങ്ങളെല്ലാം വന്നു ചേരണമെന്നില്ല. രാഹുവും ശനിയും ഒക്കെ അതൊക്കെ തടസ്സപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവർക്കുള്ളത്. ഇവർ പരിശ്രമിക്കും, സ്വന്തം കഴിവുപയോഗിച്ച് ഇവരെല്ലാം നേടുവാൻ വേണ്ടി പരിശ്രമിക്കും, അഹോരാത്രം പണിയെടുക്കും. പക്ഷെങ്കിൽ ഈ നേട്ടങ്ങളെല്ലാം നാലിൽ നിൽക്കുന്ന ശനിയും രാഹുവും കൂടി തകർത്ത് കളയാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കുക. അപ്പോൾ ദൈവാധീനം കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നവരുമുണ്ട്, അല്ലെങ്കിൽ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് ഇങ്ങനെയുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നവരുമുണ്ട്. പക്ഷെങ്കിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ നാലിലെ ശനിയും രാഹുവും അതൊക്കെ തടസ്സപ്പെടുത്തി കളയുന്നു. അവർക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകുവാൻ പറ്റാതെ, ഒരു ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തടസ്സപ്പെട്ടു പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടൻ, 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഈ ജാതകർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം നല്ല രീതിയിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും പെരുമാറുവാനും ഒക്കെ ഒരു താല്പര്യം തോന്നുന്നൊരു ദിവസമാണ്. ധനപരമായ നേട്ടവും പുതിയ വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള താല്പര്യമൊക്കെ ഉണ്ടാകും. അങ്ങനെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളൊക്കെ വന്നു ചേർന്ന് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഉൾപ്പെടെ കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിച്ച് ആ ഒരു നേട്ടത്തിൽ കൂടി ഇവർക്ക് കടന്നു പോകാൻ പറ്റുന്നൊരു ദിവസമാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് തരക്കേടില്ലാത്ത നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ, 2 പാദം, ചതയം, പൂർട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെട്ട ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ട ഒരു ദിവസമാണ്. കുടുംബത്തിൽ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഒരു ദിവസമാണ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കും. നല്ല ആരോഗ്യമുള്ളൊരു ദിവസം. കലാകാരന്മാരൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. സ്ത്രീകൾ മുഖേന ഭാഗ്യം കൊണ്ട് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസം. അങ്ങനെ കുടുംബത്തിൻ്റെ സ്ഥിതിയൊക്കെ മെച്ചമാണെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ അവരെ അലട്ടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. സൂക്ഷിക്കേണ്ട ഒരു ദിവസവും കൂടിയാണ്. കുറേയേറെ നേട്ടങ്ങളും സന്തോഷവും സൗഭാഗ്യവും ഒക്കെ കുടുംബത്തിൽ വന്നു ചേർന്നാൽ പോലും അതോടൊപ്പം തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണെന്നുള്ളത് അറിവോടുകൂടി ജീവിക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് കലാപരമായിട്ടുള്ള മേഖലകളിൽ, സാഹിത്യ മേഖലകളിലൊക്കെ ശോഭിക്കുവാൻ അനുകൂലമായൊരു ദിവസമാണ്. പലരും പ്രേമബന്ധങ്ങളിലൊക്കെ അകപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ദിവസമാണ്. സൗന്ദര്യം വർദ്ധിക്കുന്നൊരു ദിവസമാണ്. അറിവും കീർത്തിയും സമ്പത്തും വാഹനഭാഗ്യവും ഉൾപ്പെടെയുള്ള എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പക്ഷെങ്കിൽ ഇങ്ങനെയൊക്കെ വന്നു ചേർന്നാൽ പോലും ചിലരുടെ ജീവിതത്തിൽ അതൊക്കെ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമായിട്ട് മാറാനും സാധ്യതയുണ്ട്. നേട്ടങ്ങളൊക്കെ വന്നു ചേരുമെങ്കിലും ചിലപ്പോൾ അതൊക്കെ കലഹത്തിലായിരിക്കും അവസാനിക്കുക. അതുകൊണ്ട് സൂക്ഷിക്കണം. നേട്ടങ്ങളൊക്കെ വന്നു ചേരും എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പ്രേമം മുതലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പ്രായഭേദമന്യേ പ്രേമത്തിലൊക്കെ അകപ്പെടുവാനൊരു താല്പര്യമൊക്കെ തോന്നും. ആരെങ്കിലുമായിട്ട് സംസാരിക്കുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരോട് ഇഷ്ടം തോന്നുവാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ പിന്നീട് പ്രശ്നങ്ങളായി പോകാതിരിക്കാൻ സൂക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം ഉച്ചനായിട്ടാണ് മീനക്കൂറുകാർക്ക് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ അവർക്ക് കൂടുതലായിട്ട് വന്നു ചേരും. അത് പിന്നീട് പ്രശ്നങ്ങളിലൊക്കെ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം എന്നുള്ളതാണ്. സ്ത്രീകൾ മുഖേനയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. സൂക്ഷിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ജാതകരെക്കുറിച്ച് പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം.